ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അല്ലെങ്കിൽ എം ടി സാർ എന്ന് പറയുന്ന ഒരു മഹാനായ എഴുത്തുകാരൻ, ഇവരൊക്കെ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് മോൾഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഉപകരണമാണ്. പക്ഷെ മോഹൻലാൽ ഏറ്റവും നല്ല പശമയുള്ള കളിമണ്ണ്. അന്നത്തെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടായിട്ടില്ല. തിയേറ്ററുകളിൽ അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ കാലം തെറ്റിപ്പറന്ന സിനിമ തന്നെയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫൺ മൂവികളും ആക്ഷൻ മൂവികളും നെഗറ്റീവ് റോളുകളും ഒക്കെ വില്ലൻ റോളുകളൊക്കെ ചെയ്തുകൊണ്ട് നായക സ്ഥാനത്തേക്ക് വന്നയാളാണ്. സൂപ്പർ ഹീറോ ഒരു അവസ്ഥയിലേക്കല്ല അയാൾ പോകുന്നത്. അയാളൊരു ചാവേർ പോരാളിയായിട്ട് അവിടെ പോയി തോറ്റു കൊടുക്കാൻ പോകുന്നത് തന്നെയാണ്. മോഹൻലാലിൻ്റെ ആരാധകരുടെ ഒരു ഇഷ്ടക്കുറവ് തന്നെയാണ് അന്ന് ആ സിനിമ സ്വീകരിക്കുന്നത്. സ്ത്രീകൾ പെട്ടെന്ന് ഇത്തരം വികാരങ്ങളോട് പ്രതികരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് തുടങ്ങിയെങ്കിൽ പോലും തിയേറ്ററിലെത്തിയപ്പോൾ സ്ത്രീകൾ മാത്രമല്ല ബെറ്റൊക്കെ വെച്ചിട്ടു. ഞാൻ കരയില്ല എന്ന് വരുന്ന കൊമ്പം വീശക്കാരെ കണ്ട കഥകളൊക്കെ കേൾക്കാം. തനിയാവർത്തനം തൊട്ടുള്ള എൻ്റെ കരിയറിൻ്റെ ആ ഒരു മാറ്റത്തിൻ്റെ പ്രധാന കാരണക്കാരൻ ലോഹിതദാസിനെ പോലെ എഴുത്തുകാരനെ കൂടി കിട്ടിയാണ്. അടുത്തൊരു നാഴികക്കല്ല് എന്ന് പറയുന്നത് താങ്കളുടേത് കിരീടം എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ഒരു ഇതിവൃത്തവും പരിചരണവും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കുറ്റവാളി ആകേണ്ടി വരുന്നൊരു മനുഷ്യൻ, അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ഇന്നും പ്രാധാന്യമുള്ള ഒരു ഇതിവൃത്തമാണ് അത്. മോഹൻലാൽ എന്ന നായകനെ അപനിർമ്മിക്കുകയാണെന്ന് വേണം പറയാം. അല്ലെ, അദ്ദേഹത്തിനെ ഒരു തോറ്റ നായകനായിട്ട് ഒരു കാണുന്നത് നമ്മൾ കിരീടത്തിലൂടെയാണ്. അതേക്കുറിച്ച് ഓർക്കുമ്പോഴോ ഈ പറയുന്നത് പോലെ സമൂഹം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. തനിയാവർത്തനം അത് തന്നെയാണ്. തനിയാവർത്തനം കിരീടവും തമ്മിൽ അത്തരത്തിലുള്ള സമാനതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ താരങ്ങളെ അപനിർമ്മിക്കുക എന്ന് പറയുമ്പോൾ മമ്മൂട്ടിക്കും അത് സംഭവിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയും ആ സമയത്ത് തനിയാവർത്തനം ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ മമ്മൂട്ടി ഒരു വളരെ ഒരു ഫാമിലി ഓറിയന്റഡ് സിനിമകൾ അന്നക്കാലത്ത് പറയും മമ്മൂട്ടിയും പെട്ടിയും കുട്ടിയും അങ്ങനത്തെ ഒരു ഒരു പോപ്പുലർ സിനിമകളിലേക്ക്, എന്നാൽ അങ്ങനെ ഒരു ഇമേജിലേക്ക് മമ്മൂട്ടി പോയ കാലഘട്ടത്തിലാണ് അതിനെ പൂർണ്ണമായിട്ടും അതിന് വ്യത്യസ്തമായ ഒരു മമ്മൂട്ടിയിലേക്ക് നമ്മൾ എത്തിയത്, കഥയിലും കഥാപാത്രത്തിലേക്കും എത്തിയത്. മോഹൻലാലിനെ സംബന്ധിച്ചോളം വളരെ ഫൺ മൂവികളും ആക്ഷൻ മൂവികളും നെഗറ്റീവ് റോളുകളൊക്കെ വില്ലൻ റോളുകളൊക്കെ ചെയ്തുകൊണ്ട് നായക സ്ഥാനത്തേക്ക് വന്നയാളാണ്. ഈ സമയത്തേക്ക് എത്തുമ്പം 86-ന് ശേഷം രാജാവിൻ്റെ മകൻ ചെയ്തതോടെ മോഹൻലാൽ വേറൊരു സ്റ്റാർഡത്തിലേക്ക്. അപ്പോൾ ആ സമയത്ത് ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സിനെ കുറിച്ചൊക്കെ നമുക്ക് അത് ചെയ്യാൻ വിതരണക്കാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ക്ലൈമാക്സിനെതിരായിട്ടുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ഇയാളുടെ ഹീറോയിസത്തിനെ ബാധിക്കും. കാരണം അവർ കൺവെൻഷനലായിട്ട് കണ്ടുപോകുന്നിരിക്കുന്ന നായകന്മാരുടെ രീതിയില്ല. അവിടെ ഒരു സൂപ്പർ ഹീറോ ഒരു അവസ്ഥയിലേക്കല്ല അയാൾ പോകുന്നത്. അയാളൊരു ചാവേർ പോരാളിയായിട്ട് അവിടെ പോയി തോറ്റു കൊടുക്കാൻ പോകുന്നത് തന്നെയാണ്. പക്ഷെ അത് ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അദ്ദേഹം പൂർണ്ണമായിട്ടും പറയും എൻ്റെ നായകൻ തോക്കുന്നവനാണ്, തോറ്റ നായകൻ തന്നെ ആവട്ടെ. അതെ, അതിങ്ങനെ തന്നെയാണ് എന്ന് പറയും. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഈ സിനിമകൾ തനിയാവർത്തനം തൊട്ടുള്ള എൻ്റെ കരിയറിൻ്റെ ആ ഒരു മാറ്റത്തിൻ്റെ പ്രധാന കാരണക്കാരൻ ലോഹിതദാസിനെ പോലെ എഴുത്തുകാരനെ കൂടി കിട്ടിയാണ്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ചിത്രമാണ്. ഇപ്പോഴതിൽ അച്യുതൻ നായർ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മകൻ പോലീസായിട്ട് വരുന്ന SI ആയിട്ട് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. പിന്നീട് അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലായിട്ട് ലാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിച്ചിട്ടാണ് അവസാനിക്കുന്നത്. ഒരു തിരക്കഥ എന്ന രീതിയിലും ആ ഒരു സിനിമയുടെ ഒരു പെർഫെക്ഷൻ എന്ന രീതിയിലും നമ്മളിങ്ങനെ വല്ലാതെ പിടിച്ചു നിർത്തുന്ന അതിൻ്റെ ഈ സംഗീതമായാലും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു ഘടനയൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് ലോഹിതദാസിൻ്റെ ആദ്യത്തെ തിരക്കഥയാണല്ലോ. പക്ഷേ ഈ തിരക്കഥയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു കുട്ടികൾക്ക് പഠിക്കാൻ, ഒരു തിരക്കഥയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല തിരക്കഥകളിലൊന്നാണ്. അതെ, ഈ തുടക്കം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു അച്ഛൻ്റെ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങുകയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഇതാണ് ഞങ്ങൾ പറയാൻ ഒരു അച്ഛൻ്റെ സ്വപ്നവും ആ സ്വപ്നം എങ്ങനെ തകർന്നു പോകുന്നതാണ് കാണിക്കുന്നത്. ശരിക്കും മകനേക്കാൾ പ്രാധാന്യം അച്ഛനും മകനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും തന്നെയാണ്. അപ്പോൾ അയാളുടെ പെർസ്പെക്റ്റീവിൽ, ഈ അച്ഛൻ്റെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ
എനിക്ക് സല്യൂട്ട് ചെയ്യാൻ പാകത്തിൽ എൻ്റെ മകൻ എൻ്റെ മുകളിലേക്ക് ഉയരണമെന്ന് ചിന്തിക്കുന്ന ഒരു അപ്പനിൽ നിന്നും അവനെ ഒരു ക്രിമിനലിൽ നിന്ന് മുദ്ര കുത്തേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിപ്പെടുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ആ ഒരു കൃത്യമായ ഒരു ഗ്രാഫ് അതിന് സംഭവിക്കുന്നുണ്ട്. പ്രേക്ഷകനെ ആദ്യം നമ്മൾ പറയുന്ന വിഷയത്തിലേക്കൊന്ന് ഹുക്ക് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ ഓരോ ഈ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രേക്ഷകരിലേക്ക് അയാൾ സ്ക്രീനിൽ എത്തുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ടും അയാളെ ഒരു വരച്ചിടുന്നുണ്ട്. മറ്റ് കഥാപാത്രങ്ങളിലൂടെ അവരുടെ സംഭാഷണങ്ങളിലൂടെ ഇയാൾ ഭീകരനാണെന്നും ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണെന്നും ഇയാൾ ആടിൻ്റെ ചോര കുടിച്ചു പോകുന്ന ഉടുമ്പിനെ തിന്നുന്നവനാണെന്നൊക്കെ പറയുന്ന മറ്റ് കഥാപാത്രങ്ങളിലൂടെ ഇയാളെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അയാളേക്ക് എത്തുന്നത്. അപ്പോൾ അയാളെ കാണുന്നതോടുകൂടി പ്രേക്ഷകർക്ക് ഉറപ്പായി ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇയാൾ ഭയങ്കര ഒരു അതിമാനുഷ്യ ശക്തിയുള്ളൊരു വില്ലനാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനൊക്കെ ആ സ്ക്രിപ്റ്റിങ്ങിൽ ഗംഭീരമായ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു സ്കില്ലുണ്ട് അതിനകത്ത്. ഇപ്പോൾ കീരിക്കാടൻ ജോസിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ കഥാപാത്രത്തെ കണ്ട നടനെ, മോഹൻരാജ് എന്ന നടനെ കണ്ടെത്തലൊക്കെ പറയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കോഴിക്കോട് റൂംമേറ്റ് ആയിരുന്ന ഞങ്ങളുടെ ഒരു മാധ്യമ സുഹൃത്ത് ഉണ്ടായിരുന്നു. ഈ സിനിമ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ മാധ്യമ സുഹൃത്തോട് ഈ ബുള്ളറ്റിലൂടെ ആ സിനിമ കാണാൻ പോയപ്പോൾ, ആദ്യത്തെ ഷോ കാണാൻ പോയിട്ട് ഈ കീരിക്കാടൻ ഈ മോഹൻരാജിൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു അനുഭവം അയാൾ എഴുതുകയുണ്ടായി. അതായത് ഈ മോഹൻരാജ് പോലും അറിഞ്ഞിരുന്നില്ല ഇത്രയേറെ തനിക്കൊരു സ്ക്രീൻ സ്പേസ് അതിൽ കിട്ടുമെന്ന്. ഇത് അദ്ദേഹം സിനിമയിലേക്ക് വരാനൊന്നും അങ്ങനെ 1-2 ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച മോഹൻരാജ് ഈ സിനിമയിൽ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഇത് കിട്ടി. പിന്നെ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഈ ജനങ്ങൾ കുമിഞ്ഞു കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥയെക്കുറിച്ച് ഈ മാധ്യമ സുഹൃത്ത് എഴുതുകയുണ്ടായി. ഈ അടുത്തിടെയാണ് അദ്ദേഹം മരിച്ചത്, മോഹൻരാജ്. താങ്കൾ അദ്ദേഹത്തെ എങ്ങനെയാണ് ഒന്ന് അനുസ്മരിക്കുക? ഈ കീരിക്കാടൻ ജോസിൻ്റെ കഥാപാത്രം ഈ രീതിയിൽ എഴുതപ്പെടുകയും ഇത് അവതരിപ്പിക്കാനായിട്ട് നമുക്ക് പരിചിതമായ ഒരു മുഖം അവിടെ എത്തിയാൽ ഈ പറഞ്ഞതൊക്കെ പൊളിഞ്ഞു പോകും. ഉണ്ടാക്കി വെച്ച ബിൽഡപ്പ് എല്ലാം തീർന്നു പോകും. നമുക്ക് ആ സമയത്തുള്ള നമ്മൾ സ്ഥിരമായി സിനിമകളിൽ കാണുന്ന ഒരു നടനെയാണ് അവിടേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇയാളെ കുറിച്ചാണ് എന്നുള്ളത് അവർ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതുവരെ കാണാത്തൊരു മുഖം വേണം, അതിനുള്ളൊരു ആകാരം വേണം എന്നൊക്കെ നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി നമ്മൾ പലരും വഴിയും കുറേ പേര് നമ്മൾ കാസ്റ്റിംഗ് കോൾ പോലെയൊക്കെ, അന്നൊന്നും ഇത്ര വ്യാപകമായ കാസ്റ്റിംഗ് കോളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മളുടെ പരിചിത വളരെങ്കിലെല്ലാം നമ്മളത് അന്വേഷണം നടത്തി. അങ്ങനെയാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആ സിനിമയിൽ വർക്ക് ചെയ്ത കലാധരനാണ് പറയുന്നത്. അയാൾ മുമ്പ് കെ മധുവിൻ്റെ കൂടെ 3-ാം മുറ എന്ന സിനിമയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ആ സിനിമയിൽ ഒരു വില്ലനുണ്ട്, അയാൾക്ക് നല്ല പൊക്കം, ഈ പറയുന്ന രൂപമൊക്കെ അയാൾക്കുണ്ട്, അഭിനയത്തിൻ്റെ കാര്യം അറിയില്ല എങ്കിലും ആ രൂപം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താമസിക്കുന്ന മുറിയിലേക്ക് ഇയാൾ കടന്നു വരുമ്പോൾ എനിക്ക് ഇയാളെ കീരിക്കാടൻ ജോസ് എന്നാണ് വിളിക്കാൻ തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു രൂപത്തോട് ഏറ്റവും സാദൃശ്യമായിട്ടുള്ള ഒരു ആകാരമില്ല ഇയാൾക്കുണ്ട്. നല്ല പൊക്കവും ഒരു വെള്ള ജുബയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു മുണ്ടൊക്കെ എടുത്താണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് അടുത്ത മുറിയിൽ ലോഹിതദാസ് ഉണ്ട്. ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കീരിക്കാടൻ ജോസ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒരു നടൻ അഭിനയിക്കാൻ വന്ന എൻ്റെ മനസ്സിലത് ഉറപ്പിച്ചു കഴിഞ്ഞു. ലോഹിയും വന്ന് കണ്ടു കഴിഞ്ഞു കീരിക്കാടൻ തന്നെ. അപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ചോളം വലിയ അഭിനയ സാധ്യതകളുള്ള കഥാപാത്രമൊന്നുമില്ല. ഇയാളുടെ ആകാരം കൊണ്ട് നമുക്ക് വിശ്വസിപ്പിച്ചെടുക്കാം. ആ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് തന്നെയും അങ്ങനെ തന്നെയാണ്. ഇയാൾ ഓഡിയൻസിനെ ഇങ്ങനെ അയാൾക്ക് പറഞ്ഞു വെച്ച ആകാരത്തിൻ്റെ വലിപ്പത്തിൽ തന്നെ ഞാനൊരു ലോ ആംഗിൾ ഷോട്ടിലാണ് ഒരു സ്കൈ ബാക്ക്ഗ്രൗണ്ടിൽ ഇയാളിങ്ങനെ ഓർമ്മയുണ്ട് നമുക്ക്. ആ ഫ്രെയിമിലേക്ക് കയറി വരുന്നതോടെ നമ്മൾ പറഞ്ഞ ഭയപ്പെട്ടിരുന്ന ആളിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ഫീൽ കൊടുക്കാൻ കഴിയും. ആ ഒറ്റ ഷോട്ടിൽ കീരിക്കാടൻ ജോസ് ആൾക്കാരുടെ മനസ്സിൽ അവരുടെ സങ്കല്പത്തിന് ഒത്തു നിൽക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിൽ ഇപ്പോൾ അഭിനയം ഡയലോഗുകളൊക്കെ കാര്യങ്ങൾ കുറേ നമുക്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു. എപ്പോഴും മോഹൻലാലിനെ എപ്പോഴും ഒരു വലിയ നടൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ആരും പതറിപ്പോവും. പക്ഷേ അയാളെ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് അയാളിൽ നിന്ന് നമുക്ക് എന്താണോ ആവശ്യം അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിനകത്ത് എടുക്കാൻ കഴിയും. കിരീടത്തിന് മാത്രമേ ഒരു 2ാം പതിപ്പ് താങ്കൾ ആലോചിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നല്ലേ, ചെങ്കോൽ എന്ന രീതിയിൽ? അത് മറ്റൊരു സിനിമയ്ക്കും അത് ചിന്തിച്ചിട്ടില്ല? അങ്ങനെ പിന്നീട് ചിന്തിച്ചിരുന്നു, ദശരഥത്തിനും ചിന്തിച്ചിരുന്നു. അത് പിന്നെ സംഭവിച്ചിട്ടില്ല. കിരീടത്തിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണം കിരീടത്തിൻ്റെ കഥാപാത്രങ്ങൾ സേതുമാധവനായാലും അച്യുതൻ നായരായാലും അതിൽ ഓരോ കഥാപാത്രങ്ങളും ആ പ്രേക്ഷകരെ ആ സിനിമ കണ്ടവരെ സംബന്ധിച്ചോളം
അവരുടെ ഏറ്റവും അടുത്ത ആരോ ആണ്, ആരോ ആണ്. അവരുടെ പരിസരത്ത് ജീവിക്കുന്ന ആരോ ആണ്. അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ അപ്പം ഇവർ ജീവിക്കുന്ന ആൾക്കാരാണെന്ന്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് വരെ ചിന്തിക്കുന്ന രീതിയിൽ പ്രേക്ഷകർ അതാ എഴുത്തിന്റെ ശക്തിയാണ്, കഥാപാത്ര സൃഷ്ടിയുടെ ശക്തിയാണ്. അപ്പൊ അത്തരത്തിൽ അതിനെ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ നിൽക്കുന്ന ഈ കഥാപാത്രങ്ങൾക്ക് ഞങ്ങളൊരു ട്രെയിൻ യാത്രയാണ് ഒരിക്കൽ ലോഹിതദാസും ഞാനും കിരീടത്തിന്റെ നിർമ്മാതാവ് ഉണ്ണിയും കൂടെ ട്രെയിൻ യാത്രയിൽ ഞങ്ങളുടെ ഒരു കാഷ്വലായിട്ടുള്ള ടോക്കിൻ്റെ ഇടയിലാണ് പറഞ്ഞത്, സേതുമാധവൻ ഇപ്പോൾ എവിടെയായിരിക്കും എന്നുള്ള, അയാൾ എന്തായിരിക്കും, അച്യുതൻ നായർ ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഞങ്ങളൊരു വളരെ കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഇതിൻ്റെ ചിന്ത ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അന്വേഷിച്ചാലോ അവരെവിടെയാണെന്നുള്ളത് എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ ആണ് ആ എഴുത്തിലേക്കും ആ സിനിമയിലേക്കും എത്തുന്നത്. അതൊരു എന്നെ സംബന്ധിച്ചോളം കിരീടത്തെക്കാൾ ഒരു കണ്ടന്റ് വൈസ് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമ ചെങ്കോല് തന്നെയാണ്. കാരണം കിരീടത്തിലെ കഥാപാത്രങ്ങൾക്കൊരു അനുഭവങ്ങളുടെ പശ്ചാത്തലമില്ല. മോഹൻലാലിൻ്റെ സേതുമാധവൻ എന്ന് പറയുന്ന ആളൊരു ബോയ് നെക്സ്റ്റ് ഡോർ. അയാൾ അച്ഛൻ്റെ അനുസരണയുള്ള മകൻ, അച്ഛൻ്റെ സ്വപ്നങ്ങളെ സാധ്യമാക്കാനും SI സെലക്ഷൻ വേണ്ടി പഠിക്കുകയും ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ഒരാൾ. അച്ഛനും അങ്ങനെ നല്ലൊരു കുടുംബം, അവരെല്ലാവരും കൂടെ ഞായറാഴ്ച വീട്ടിൽ ഒത്തുകൂടി കാരണവന്മാരെല്ലാം കൂടെ അല്പം മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി അതൊക്കെ അതിന് മകനെ കൊണ്ടാണ് കുപ്പി പോലും മേടിപ്പിക്കുന്നത്. അങ്ങനെ വളരെ വളരെ സമാധാനപൂർണ്ണമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന വലിയ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ ഒന്നും നടുവിലൂടെ പോകുന്നില്ല. പക്ഷെ ചെങ്കോലിലേക്ക് എത്തുമ്പോൾ ഈ കഥാപാത്രങ്ങളുടെയൊക്കെ പശ്ചാത്തലം വല്ലാത്തൊരു ദുരിതങ്ങളുടെ അനുഭവങ്ങളുടെ ഒരു ഭാണ്ഡം ചുമക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ കഥാപാത്രം, സേതുമാധവനായാലും അച്യുതൻ നായരായാലും അയാളുടെ കുടുംബമായാലും ഓരോരുത്തരും കടുത്ത വൈകാരികമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ഭാരമുള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. പഴയ സേതുമാധവനിൽ നിന്നും ഇയാളൊരു ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ക്രിമിനലായിട്ട്, ഒരു ഗുണ്ടയായിട്ട് അവരോധിക്കപ്പെട്ടിട്ട് അയാൾക്കൊരു തിരിച്ചൊരു പോക്കില്ലാന്ന്, അയാൾക്ക് ഇനിയൊരു തിരിച്ചു പോക്കില്ലാന്ന് അയാൾ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ആ സിനിമയിൽ. ഇയാളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് അതിനു മുമ്പ് ഇയാൾ ജനലിൽ കൂടെ താഴേക്ക് നോക്കിയിട്ട് ഇവിടെയാണ് എൻ്റെ ജീവിതം എനിക്ക് കൈവിട്ടു പോയതെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് അയാൾ തിരിഞ്ഞൊരു കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അയാളുടെ ഇവിടെ നെറ്റിയിലുണ്ടായ പുതിയ മുറിവിനെ ഒന്ന് തടയിട്ട് പറയും, ഇത് സേതുമാധവൻ്റെ കിരീടത്തിലെ തൂവലാണെന്ന് പറയുന്നത്. അവിടെ ചായക്ക് മനസ്സിലാവുന്നുണ്ട്, ഇനി എനിക്ക് തിരിച്ചു പോക്കില്ല, ഇനി എനിക്ക് നോർമൽ ലൈഫില്ല, എനിക്കിങ്ങനെ അതിന് സമൂഹം അനുവദിക്കില്ല. അങ്ങനെയാണ് അയാൾ വീണ്ടും എന്നാൽ പിന്നെ അതിനിറങ്ങാൻ തീരുമാനിക്കുന്നത്. അപ്പം അത്രയും ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിപ്പെടേണ്ട ഗതികേടിലേക്ക് എത്തിയ കഥാപാത്രങ്ങളാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആൾക്കാർ കിരീടത്തെ വാഴ്ത്തുമ്പോഴും കിരീടം ശരിക്കും മലയാളത്തിലുള്ള ഏറ്റവും മികച്ച സിനിമ തന്നെയാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചെങ്കോലിൻ്റെ മഹത്വത്തെ കുറച്ച് കാണാൻ പറ്റില്ല. ഇപ്പോൾ താങ്കൾ ദശരഥത്തെക്കുറിച്ച് പറഞ്ഞു, ദശരഥത്തിന് ഒരു രണ്ടാം ഭാഗം ആലോചിച്ചിരുന്നുവെന്ന്. പക്ഷെ അത് രണ്ടാം ഭാഗം ഇല്ലെങ്കിൽ ഇന്നും നമ്മുടെ മനസ്സിലൂടെ ഓടുന്നൊരു സിനിമയാണ് ദശരഥം. കാരണം അത് കാലം തെറ്റി പറഞ്ഞ ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ അങ്ങനെ ആയപ്പോഴും അത് ആ കാലത്തിൻ്റെ ഒരു ക്ലാസിക് സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നും ആ വിഷയം പ്രസക്തമാണ്. ഇപ്പോൾ കൃത്രിമ ബീജസങ്കലനം, അതുപോലെ തന്നെ നടക്കുന്ന സമയം, അത് ഈ വാടക ഗർഭധാരണത്തിൻ്റെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന, അതിൻ്റെ സങ്കീർണതകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്താണ്. അന്ന് എനിക്കൊന്നും അത്രയും പ്രോഗ്രസീവ് ആയിരുന്നില്ല നമ്മുടെ സൊസൈറ്റി. ഇന്ന് ആ സിനിമയെക്കുറിച്ച് സങ്കല്പിച്ചാൽ എങ്ങനെയിരിക്കും, അന്നത്തെ അവസ്ഥ എന്തായിരുന്നു, രണ്ടും കൂടി സങ്കല്പിച്ച് പറയാനാവുമോ? ഈ സിനിമ 1989 കിരീടം കഴിഞ്ഞ ഉടനെ ചെയ്ത സിനിമയാണ്. ഈ ഒരു വിഷയം ഒരു പക്ഷേ അന്നത്തെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണകൾ ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു ചികിത്സാ രീതിയെക്കുറിച്ച്, വാടക ഗർഭപാത്രം, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ചികിത്സാ രീതിയൊന്നും സാധാരണക്കാരെ സംബന്ധിച്ചോളം ഒട്ടും പരിചിതമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ആ സാങ്കേതികതയൊക്കെ അല്ലെങ്കിൽ ആ ചികിത്സാ രീതിയൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ആ സിനിമ ഒരു കൾട്ട് ക്ലാസിക് പോലെ ആൾക്കാർ പറയുന്നുണ്ട്, അതിനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊരു സിനിമ അന്ന് സംഭവിച്ചല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് മറ്റ് ഭാഷകളിലൊക്കെ അതിനോട് സമാനമായ എന്താണ് ഒരു ഡോണർ എന്ന് പറയുന്ന എന്തൊരു സിനിമ ഹിന്ദിയിൽ വന്നിട്ടുണ്ട്. ആയുഷ്മാൻ ഖുറാനയൊക്കെ അഭിനയിച്ചൊരു സിനിമ. അങ്ങനത്തെയുള്ള സിനിമകളൊക്കെ ഇപ്പോൾ ആൾക്കാർ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് OTT-ൽ വന്നു സ്റ്റോളൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ഹിന്ദി സിനിമ തന്നെയാണ്. ഇതൊക്കെ അതിൻ്റെയൊക്കെ
പരിസരം ഇത് തന്നെയാണ്. ഈ ഇത്തരത്തിൽ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തത് പിന്നീട് അതൊരു വലിയ രീതിയിലൊരു ഒരു എന്താണ് അധോലോക ബിസിനസ്സായി പ്രത്യേകിച്ചും ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലുണ്ട്. വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പണം കൊടുത്ത് ചെയ്തു പോകുന്നത്. ഇന്ന് നമ്മൾ ആ സിനിമ വീണ്ടും ഒരു രണ്ടാം ഒരു റീ റിലീസ് അതിന് ഉണ്ടായാൽ ഒരുപക്ഷെ അതിന് കുറെ കൂടെ തിരിച്ചറിവോടുകൂടി അത് കാണാൻ കഴിയുമായിരിക്കും. ഓരോരുത്തരും ചാനലുകളിലൊക്കെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇത് കാണുന്നുണ്ടാവാം. പക്ഷെ അതൊരിക്കൽ കൂടി ഒരു റിപ്പീറ്റ് വാച്ച് സാധ്യമാകുന്നൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ വൈകാരികമായ തലങ്ങളെ കൂടെ കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് റീ റിലീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ റീ റിലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടുന്ന റീ റിലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുതം സൃഷ്ടിച്ച സിനിമയാണ് ദേവദൂതൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 നൂറ്റാണ്ടിന് ശേഷം ആ സിനിമ തിയേറ്ററിൽ വരുന്നു. അന്ന് വേണ്ടത്ര കാണപ്പെടാതെ പോയൊരു സിനിമ പിന്നീട് പിൽക്കാല തലമുറ, ഒരു തലമുറ തന്നെ മാറി. 25 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു തലമുറ തന്നെ മാറി, പുതിയൊരു തലമുറ രൂപപ്പെട്ട് കഴിഞ്ഞു. ആ തലമുറ ഇത് ആസ്വദിക്കുന്നു, അത് ആഘോഷിക്കുന്നു, ആ തരത്തിൽ അതിനൊരു വിജയം ഉണ്ടാകുന്നു. അതൊക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിലോ ലോക സിനിമയുടെ ചരിത്രത്തിലോ അത്ഭുതമായിരിക്കും. 4 നൂറ്റാണ്ടിൽ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ വിജയിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അതേക്കുറിച്ച്? അല്ല, ഇതും ഈ പറയുന്ന പോലെ കാലം തെറ്റിപ്പറയുന്ന സിനിമ തന്നെയാണ്. കാരണം ആ കാലത്തെ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയൊരു പല കാരണങ്ങളുണ്ടാകും. ഒന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം, അദ്ദേഹം നരസിംഹം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് ഒരു സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ഇമേജിലേക്ക് അപ്പം പെട്ടെന്ന് ഇത്രയും സോബറായിട്ടുള്ളൊരു ക്യാരക്ടർ വരികയും അതൊരു കാരണമാകാം. ആരാധകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ശരിക്കും മോഹൻലാലിൻ്റെ ആരാധകരുടെ ഒരു ഇഷ്ടക്കുറവ് തന്നെയാണ് അന്ന് ആ സിനിമ സ്വീകരിക്കപ്പെടാതെ പോയത്. സാധാരണ ഓഡിയൻസൊക്കെ അന്ന് കണ്ടിട്ടുണ്ടാകും, പക്ഷേ അതിന് തിയേറ്ററിൽ അധികകാലം നിലനിൽക്കാൻ കഴിയാതെ പോയത് ഇത്തരത്തിലുള്ള ചില ഒരു തിരസ്കാരങ്ങൾ കൊണ്ടാണ്. 25 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ആ സിനിമ തിയേറ്ററിൽ എത്തിയ കാലത്ത് ജനിച്ചിട്ടില്ലാത്തൊരു തലമുറയാണ് ഇന്നതിനെ ആസ്വദിക്കുന്നത്. അല്ലെങ്കിൽ ആ കാലത്ത് തിയേറ്ററിൽ പോയി സിനിമകൾ കണ്ട് കാണാനുള്ള പ്രായത്തിലേക്ക് 35 വയസ്സിന് താഴെയുള്ള ഒരു ആൾക്കാർക്കും ഈ സിനിമ തിയേറ്ററിൽ കണ്ടൊരു എക്സ്പീരിയൻസോ ഓർമ്മകളോ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു തലമുറയാണ് ഈ സിനിമ കണ്ട് വിജയിപ്പിച്ചതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പഴയ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, ആവർത്തിച്ച് കാണുന്നവരാണ്. പക്ഷേ അതിൻ്റെ ഇത്ര വലിയ വിജയമുണ്ടാക്കാൻ കാരണം പുതിയ തലമുറ തന്നെയാണ്. അങ്ങനെ ഒരു റീ റിലീസിനെ കുറിച്ച് നമ്മൾക്ക് ഒരു ചിന്ത ഉണ്ടാക്കിയതും ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നടത്തപ്പെടുന്ന ചർച്ചകളാണ്. ഈ സിനിമയെക്കുറിച്ച് പുതിയ ആൾക്കാർ അവർ യൂട്യൂബിലൊക്കെ കണ്ട് അവർ രൂപീകരിച്ച അവരുടെ ചർച്ചകളിൽ രൂപീകരിക്കപ്പെട്ട ചില അഭിപ്രായങ്ങളിൽ നിന്നുമാണ്. അത് കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സക്സസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ഈ പറയുന്ന പോലെ ഒരു പക്ഷേ ലോക സിനിമയിൽ ഇതുവരെ സംഭവിക്കാത്തതായിരിക്കാം. എനിക്ക് തോന്നുന്നു അന്ന് അത് സ്വീകരിക്കപ്പെടാതിരുന്നത്, അപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, ഒരു ആരാധനയുടെ ഒരു പ്രശ്നമായിരിക്കാം. മോഹൻലാലിനെ അങ്ങനെ ഒരു രൂപത്തിൽ വേറൊരു തരം അറ്റയറിൽ കാണുന്ന ഒരു കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് അങ്ങനെ ഒരു അന്ധമായ ആരാധനയുടെ അഭാവവുമായിരിക്കാം. ഒരുപക്ഷെ കുറച്ചുകൂടി സീരിയസ് ആയി സിനിമയെ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറ മാറ്റം കൂടി ആയിരിക്കില്ലേ അത്? തീർച്ചയായിട്ടും. ആ സിനിമയെ പലരും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഒരു ഹോളിവുഡ് സിനിമയുടെ വിഷ്വൽസും ആ കഥയുടെ പശ്ചാത്തലങ്ങൾ, അതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ ഇത് കുറച്ചും കൂടെ കൺവിൻസിങ് ആയിട്ട് ആ സിനിമയ്ക്ക് ഏറ്റവും കൺവിൻസിങ് ആകുന്നൊരു പശ്ചാത്തലമുണ്ട്. കാരണം കേരളത്തിലെ ഒരു സാധാരണ സ്ഥലത്ത് കൊണ്ട് ആ സിനിമ വർക്ക് ചെയ്താൽ അത് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ഇമാജിനറി സ്പേസിലേക്ക് ഇനി കൊണ്ടുപോകും. അങ്ങനെ ഒരു സ്ഥലം എവിടെയോ ഉണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ അത് നമ്മളത് കണ്ട് പരിചയമില്ലാത്തൊരു ഭൂമികയിലല്ല അത് ചെയ്തേക്കുന്നത്. അതും അതിൻ്റെ ഒരു ഇപ്പോഴത്തെ വിജയത്തിനൊരു കാരണമാണ്. ഇപ്പോൾ സദയം എന്ന സിനിമയിലേക്ക് വരുമ്പോഴും വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. കുറ്റവാളിക്കൊന്നും മനുഷ്യാവകാശം ഇല്ല എന്നാണ്, തടവുകാരന് മനുഷ്യാവകാശം ഇല്ല എന്നാണ് നമ്മൾ പൊതുവെ ധരിക്കുന്നത്. അതാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത്. തടവുകാരനാണെങ്കിലും അയാളൊരു മനുഷ്യനാണ്. അയാൾ സാഹചര്യം കൊണ്ടൊരു കുറ്റം ചെയ്താലും അയാളൊരു മനുഷ്യനാണ്, അയാളും അവകാശമുണ്ട് എന്നുള്ളതാണ് വിശാലർത്ഥത്തിൽ ആ സിനിമ പറയുന്നത്. എന്നും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന, കാലാതീതം എന്ന് പറയേണ്ടുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്കും ഇതേ ഒരു ഈ ദുര്യോഗം വന്നിട്ടുണ്ട്. ദേവദൂതന് സംഭവിച്ചുകൊണ്ട് സ്റ്റാർഡം അതിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ മോഹൻലാൽ പരാജയപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കിരീടത്തിലെ പരാജയം പോലെ അല്ലല്ലോ, മറ്റു സിനിമകളിലേക്കുള്ള ഹീറോ ആയിട്ട് എൻ്റെ അടുത്ത് ചിലരൊക്കെ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു ഇയാൾ അവസാനം ഈ തൂക്കുകയറിന്ന് ചാടി പുറത്ത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, അന്ധമായ ആരാധകരുണ്ട്.
പിന്നെ ആ സിനിമയുടെ ഒരു വിഷയമെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ സത്യനാഥൻ എന്ന് പറയുന്ന കഥാപാത്രം അയാളുടെ ബാല്യം, ഒരു വേശ്യായ അമ്മയുടെ മകൻ, അതൊക്കെ അത്ര സൂചനകൾ ആ സിനിമയിൽ. അങ്ങനെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാൾക്ക് ആ രീതിയിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം വേശ്യാവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് സതയം അവരെ കൊല്ലുകയായിരുന്നു. അങ്ങനെ ചെയ്യില്ല, ക്രൂരമായിട്ടല്ല കൊന്നത്, ദയ കൊണ്ട് കൊല്ലുകയാണ്. അത് ആ കൃത്യം ചെയ്യുമ്പോൾ ഇയാളൊരു അബ്നോർമൽ അവസ്ഥയിൽ തന്നെയാണ്. അയാളുടെ ചൈൽഡ്ഹുഡിലുണ്ടായ എല്ലാ ദുരന്ത പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് അയാളുടെ മാനസികമായ ഒരു അബ്നോർമാലിറ്റി അയാൾക്ക് ഉണ്ടാവാം. അയാളുടെ അപ്ബ്രിങ്ങിങ്ങിൽ അയാൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അയാളുടെ ഉള്ളിൽ ഒരുപാട് മുറിവുകളുണ്ട്. ആ മുറിവുകളൊക്കെ അത് പുറത്തേക്ക് വന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അത് ഒരു ആക്ടർ എന്ന നിലയിലും മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളാണ്. അത് ദേശീയ തലത്തിലൊന്നും അംഗീകരിക്കപ്പെടാതെ പോയി എന്നുള്ളതും വലിയൊരു സങ്കടമാണ്. അതെ, എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും മികച്ച ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും മികച്ച സിനിമയെന്ന് ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമയായിട്ട് സതയത്തെക്കുറിച്ചാണ്. സതയം തന്നെയായിരിക്കും. അത് MTയുടെ തിരക്കഥയാണ്, അതിൻ്റെ ഒരു കരുത്ത് കൂടി അതിനുണ്ട്. അതെ, അതുകൊണ്ട് തന്നെയാണ് MTയുടെ തിരക്കഥ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് അതിനെ സമീപിച്ചത്. കാരണം എൻ്റെ സീനിയർമാർ സംവിധായകരായിട്ടുള്ള, എൻ്റെ മുതിർന്ന സംവിധായകരായിട്ടുള്ളത് ഇപ്പം അരൺ സാറായാലും ശശിയേട്ടനായാലും ഇവരൊക്കെ MT സാറിൻ്റെ തിരക്കഥയിൽ സിനിമകൾ ചെയ്ത് വിജയിപ്പിച്ചവരാണ്. അപ്പം എന്നെപ്പോലൊരു ആ കാലഘട്ടത്തിലെ താരതമ്യേന പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ, എൻ്റെ തലമുറയിൽപ്പെട്ട ആർക്കും ഒരു അവസരം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനൊരു അവസരം വരുമ്പോൾ അതിനെ പരമാവധി എന്നാലാവുന്ന വിധത്തിൽ അതിനെ ഏറ്റവും മികവോടെ സ്ക്രീനിലെത്തിക്കണം. അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് മുകളിൽ കയറിയില്ലെങ്കിലും അതിനോട് തൊട്ട് താഴെയെങ്കിലും നിൽക്കുന്ന രീതിയിലുള്ളൊരു ദൃശ്യ ഭാഷ അതിന് കൊടുക്കണം എന്നുള്ള ഒരു ചലഞ്ച് എനിക്കുണ്ടായിരുന്നു, ഒരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് ഞാൻ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റ് സിനിമകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം MTയുടെ തിരക്കഥകളായാലും മറ്റ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചെയ്ത സിനിമകൾക്ക് അപ്പുറത്ത് വളർന്ന സിനിമകളാണ്. എനിക്ക് തോന്നുന്നത് MT വലിയ തിരക്കഥാകൃത്തായിരിക്കുമ്പോഴും മറ്റു പല സംവിധായകരാണ് MTയുടെ സിനിമകളെ വലുതാക്കിയത് എന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങ് പറഞ്ഞൊരു സാധനം, തിരക്കഥയ്ക്ക് മുകളിൽ തന്നെയല്ലേ സിനിമ, പിന്നെ MTയുടെ കാര്യത്തിൽ മാത്രം തിരക്കഥയ്ക്ക് താഴെ അല്ല. നമ്മൾ പലപ്പോഴും ഒരു മികച്ച തിരക്കഥയെ നമുക്ക് കൂടുതൽ നന്നാക്കാം, ചിലർക്ക് അതിൻ്റെ ഒപ്പം എത്താൻ കഴിയാതെയും പോകും. അങ്ങനെ സംഭവിക്കാം. ഞാനെപ്പോഴും എനിക്ക് എൻ്റെ മുമ്പിൽ കിട്ടുന്ന തിരക്കഥയ്ക്ക് മുകളിൽ അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. കാരണം ഒരു തിരക്കഥ എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ സംവിധായകൻ്റെ കയ്യിലേക്ക് അത് എത്തുമ്പോൾ അതിന് മുകളിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. തിരക്കഥയെ വെല്ലുന്ന ഒരു ദൃശ്യഭാഷ്യം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു സംവിധായകന് പ്രസക്തിയില്ല അവിടെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാ സിനിമകളും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ലെജൻഡറി ആയിട്ടുള്ള, മലയാളത്തിലെ എല്ലാ സംവിധായകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് MT സാറിൻ്റെ ഒരു തിരക്കഥയിൽ എന്നുള്ളത്. അപ്പോൾ അത് വന്നു ചേരുമ്പോൾ അതിനെ ഏറ്റവും പരമാവധി ശ്രദ്ധയോടെ ചെയ്ത് ഒട്ടും ചോർന്നു പോകാതെ, കാരണം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു തിരക്കഥയാണ്. അത് നോൺ ലീനിയർ നറേഷനാണത്. അതിലെ പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങളുടെ ചിന്തകളിലൂടെ, അവരുടെ ഓർമ്മകളിലൂടെ, അവരുടെ അനുഭവങ്ങളിലൂടെ ആ നോൺ ലീനിയറായിട്ട് പറഞ്ഞിട്ട് ഇതിനെ ചേർത്ത് വെച്ചൊരു ലീനിയർ സ്വഭാവം സിനിമയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അതുപോലെ ചെയ്ത തിരക്കഥകളിൽ നിന്നും അതിൻ്റെ അത്തരത്തിലുള്ളൊരു സാങ്കേതികതയുടെ ഒരു തിരിച്ചറിവിൽ കൂടെ തന്നെയാണ് ഞാനത് ചെയ്യേണ്ടിയിരുന്നത് എനിക്ക്. മറ്റു സിനിമകളെല്ലാം നമുക്കൊരു ലീനിയർ സ്വഭാവമുണ്ട്, കഥയുടെ ക്രമാനുഗതമായ ഒരു വളർച്ച സംഭവിക്കുന്നുണ്ട്. ഇത് പക്ഷേ പലപ്പോഴും 4 വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളെ കൂടെ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ കഥ പറയുക എന്നുള്ളതാണ്. അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു തിരക്കഥയായിരുന്നു അത് സാധ്യമായി എന്നുള്ളത് പിന്നീട് MT സാറിൽ നിന്നൊക്കെ കിട്ടിയ ഫീഡ്ബാക്കിൽ എനിക്കത് മനസ്സിലായി. ഒരു കണക്കിന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെയും ഗോൾഡൻ പീരീഡാണ് സിബി സാറിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 10 മോഹൻലാൽ സിനിമകൾ എടുത്താൽ അതിൽ 6-7 സിനിമകൾ തീർച്ചയായും സിബി സാറിൻ്റെ സിനിമകൾ തന്നെ ആയിരിക്കാം. മോഹൻലാൽ എന്ന നടൻ്റെ സാധ്യതകളെ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത വേറെ സംവിധായകനുണ്ടോ എന്ന് അറിയില്ല. കാരണം മോഹൻലാൽ എന്ന പാട്ടുകാരൻ, മോഹൻലാൽ എന്ന നർത്തകൻ, മോഹൻലാൽ എന്ന കുടുംബസ്ഥൻ, അങ്ങനെയുള്ളൊരു എല്ലാ തലങ്ങളിലും
മോഹൻലാൽ, മുണ്ടെടുത്ത മോഹൻലാൽ, അങ്ങനെയൊക്കെ ഏത് വേഷവും മോഹൻലാലിന് ചേരാവുന്ന ഒരു മോഹൻലാൽ. എങ്ങനെയാണ് അത് ആ ഒരു അനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എന്താണ് പറയാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു കളിമണ്ണ് ഒരു ശില്പിക്ക് കയ്യിൽ കിട്ടുന്ന, ഇത്രയും വിദഗ്ധനായ ഒരു ശില്പിക്ക് കിട്ടിയ കളിമണ്ണായിട്ടാണ് എനിക്ക് മോഹൻലാലിനെ കുറിച്ച് താങ്കളുടെ കയ്യിലെത്തുമ്പോൾ തോന്നുന്നത്. നമ്മൾ ചെയ്ത സിനിമകൾ, നമ്മൾ താങ്കൾ സൂചിപ്പിച്ച ഓരോ സിനിമകൾക്കും ഒരു ശക്തമായ ഒരു ഓദർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ പറയപ്പെട്ട ഓരോ കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചത് ഒരു എഴുത്തുകാരനെ സിദ്ധിയാണ്. അതിനെ കുറച്ച് കാണാൻ കഴിയില്ല. രവിദാസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അല്ലെങ്കിൽ MD സാർ എന്ന് പറയുന്ന ഒരു മഹാനായ എഴുത്തുകാരൻ, ഇവരൊക്കെ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് മോൾഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഉപകരണമാണ്. പക്ഷെ മോഹൻലാൽ ഏറ്റവും നല്ല പശമയുള്ള കളിമണ്ണാണ്. അതുകൊണ്ട് ഏത് തരത്തിൽ നമുക്ക് മോൾഡ് ചെയ്യാൻ കഴിയും. നമ്മൾ വലിയ സ്ട്രെയിനൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ആക്ടറെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തെ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. കാരണം അത് അത്രയും ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഉള്ള ഒരാളാണ്. നമുക്ക് കൂടെ നിന്നൊന്ന് ചില മിനുക്കങ്ങൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം അത് കൃത്യതയോടെ ചെയ്യാൻ അദ്ദേഹം ഉൾക്കൊള്ളും. ഇപ്പം ഞാൻ നമ്മുടെ ദശരഥത്തിൻ്റെ കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ അതുവരെ നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു തരത്തിൽ ഒരു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. സ്ലൈറ്റ്ലി ഒരു അബ്നോർമാലിറ്റി, എക്സെൻട്രിസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കഥാപാത്രത്തെ നമ്മൾ എഴുതുമ്പോൾ നമുക്കുണ്ട് ഇയാളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത തന്നെ ഇയാളുടെ ഒരു ഒന്നിനെക്കുറിച്ച് ഒരു ഫിക്സേഷൻ ഇല്ല. ഒരു തീരുമാനം എപ്പോൾ മാറുമെന്ന് അറിയത്തില്ല. ഇപ്പം തീരുമാനിച്ച കാര്യം മാറ്റി നാളെ വേറെ ഒന്നായിരിക്കും. അങ്ങനെ പോകുന്ന ഒരു സ്ഥിരതയില്ലാത്ത ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞത്, അഭിനയിക്കാൻ വന്ന ദിവസം അദ്ദേഹത്തോട് പറഞ്ഞത്, എൻ്റെ അടുത്ത് ചോദിച്ചു, അണ്ണാ ഇതെങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സ്ഥിരതയില്ല, എപ്പോൾ എങ്ങോട്ട് മാറുമെന്നറിയില്ല. അത് തന്നെ ഇയാളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവണം. ഇയാൾ ഒറ്റക്കാലം ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഒരു കാലം മാറി, പിന്നെ മറ്റേ കാലിലേക്ക് മാറി, കൈ അവിടെ ഇടണമെന്ന് അറിയത്തില്ല, പോക്കറ്റിലിടണോ, ഇങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോലും ഒരു തീരുമാനം എടുക്കും. ഇപ്പോൾ 2 കസേര എടുക്കുന്ന മുറിയിലേക്ക് വന്ന് ആദ്യം ഒരിടത്ത് ഇരുന്ന് ഇവിടെ ഇരിക്കാനില്ലെന്ന് ചോദിച്ചിട്ട് പിന്നെ അപ്പുറത്തേക്ക് മാറും. അങ്ങനെ ഞാൻ ആ പാട്ടിലേക്ക് അതിൻ്റെ ചില അപ്പോൾ അത്തരത്തിലാണ് ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തത്. അത് പിന്നെ ത്രൂ ഔട്ട് അയാൾ മെയിൻറ്റെയിൻ ചെയ്തു. ഇയാൾ തന്നെ പറയും, ഞാനൊരു ലെഫ്റ്റ് ഹാൻഡർ ആകാമെന്ന് പറഞ്ഞു. അത് തിരക്കഥയിലുള്ളതല്ല, പുള്ളിയുടെ ഒരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ അതിനേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അന്ന് ആദ്യത്തെ ദിവസം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ അയാൾ അവസാന രംഗം ഷൂട്ട് ചെയ്യുമ്പോഴും കൃത്യതയോടെ, പിന്നെ നമ്മളത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, അത് ഉള്ളിൽ കയറി കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഓരോ കഥാപാത്രങ്ങളെയും എന്താണ് നമുക്കൊരു ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ആവശ്യമില്ല. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും വരും എന്നുള്ളതാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ നിയന്ത്രിത അഭിനയങ്ങൾ, ഇപ്പോൾ അങ്ങയുടെ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രിതമാണ്. അങ്ങനെ വല്ല പൊട്ടിത്തെറിക്കുന്നവരൊന്നും അല്ല. ഇപ്പോൾ കിരീടത്തിലെ സേതുമാധവൻ അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് എന്നല്ലാതെ മറ്റെല്ലാം ഉള്ളിൽ കടിച്ചമർത്തുന്നവരാണ്, ദുഃഖങ്ങൾ ഇങ്ങനെ കടിച്ചമർത്തുന്നവരാണ്. അപ്പോൾ അത് ഈ മോഹൻലാലിൽ കുറച്ചും കൂടി, ഇപ്പോൾ ഭാരതത്തിലും കമലതളത്തിലും ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഇങ്ങനൊരു ഉള്ളിൽ വെന്തു നീറുന്ന ഒരു കഥാപാത്രത്തെ മോഹൻലാലിനെ എനിക്കൊന്ന് കൂടുതൽ, അത് താങ്കളുടെ ഈ ഒരു കഥാപാത്ര സഞ്ചാരത്തിൽ, സിനിമാ സഞ്ചാരത്തിലൊക്കെ ഏറ്റവും അനുയോജ്യമായി തന്നെ താങ്കൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു മോഹൻലാലിന്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കൃത്യമായിട്ട് എഴുതപ്പെട്ടൊരു കഥാപാത്രങ്ങളാണ് ഇതെല്ലാം. ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു അഭിനേതാവ് എത്തുകയും അതിൻ്റെ ഇടയിലുള്ളൊരു ചാലകശക്തിയായിട്ട് നമ്മൾ നിന്ന് ഇതിലേക്ക് പരിവർത്തിക്കാൻ നിൽക്കുന്ന ഒരു മീഡിയേറ്ററായിട്ട് മാത്രം നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ മോഹൻലാലിനെ സംബന്ധിച്ചോളം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ ആകാശദൂതിനെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ അതിനൊരു പരിഹാസവും പറയാറുണ്ട് ഇന്നത്തെ കാലത്ത്. ആകാശദൂത് പോലുള്ള കണ്ണീർ ചിത്രം എന്ന് പറയുന്നത് കളിയാക്കപ്പെടാറുമുണ്ട്. ഈ താങ്കളുടെ പല സിനിമകൾക്കും പിന്നീടും കാഴ്ചക്കാരുണ്ട്, കാണുന്നുവെങ്കിലും ആകാശദൂത് ഇന്ന് വർക്കൗട്ട് ആവുന്ന സിനിമ ആയിരിക്കില്ല, ഇന്ന് ചിലപ്പോൾ കാണപ്പെടില്ല. പക്ഷെ എന്നാലും അത് അന്നത്തെ കാലത്തെ ഒരു ചരിത്ര സിനിമ തന്നെയാണ്. അത് അന്നത്തെ കാലത്തിലൊരു സംഭവം തന്നെയായിരുന്നു. തിയേറ്ററിൽ നിന്ന് തൂവാല കൊടുക്കുക, അങ്ങനെ കരയിപ്പിക്കുക എന്നൊരു സംഭവം എന്നുള്ളത് അതിൻ്റെ ഒരു തീവ്രതയിൽ ചെയ്തൊരു സിനിമയാണ്. ആ കാലത്ത് എങ്ങനെയാണ് ഓർക്കുന്നത്? കൗതുകകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ, ഓർമ്മകൾ? ഈ കഥ
ഡെന്നിസ് ജോസഫ് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ആദ്യ കേൾവിയിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഒരു തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ ആൾക്കാർ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് അറിയാം. അത്ര വൈകാരികമായ ഒരു സാഹചര്യം. അതൊരു മറ്റു തലത്തിലുള്ളൊരു ഒരു രീതിയിൽ അതിനെയൊന്നും കാണാൻ വലിയ മഹത്തായ സിനിമയെന്നൊന്നും പറയട്ടെ, അതിന് ഞാൻ ആളല്ല. അത് കുറച്ചും കൂടെ ഒരു ലളിതമായ മാനുഷിക വികാരങ്ങളെ നമ്മൾ തൊട്ടുപോകുന്ന സിനിമയാണ്. അതിനെ ഒരുതരം നമ്മൾ പറയും ഈ ചില സ്ത്രീകൾ പെട്ടെന്ന് ഇത്തരം വികാരങ്ങളോട് പ്രതികരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് തുടങ്ങിയെങ്കിൽ പോലും തിയേറ്ററിലെത്തിയപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും തിയേറ്ററിൽ പോയി അക്കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരൊരു ബെറ്റൊക്കെ വെച്ചിട്ടു ഞാൻ കരയില്ല എന്ന് വരുന്ന വലിയ കുംഭമീശക്കാരെ കണ്ട കഥകളൊക്കെ കേൾക്കാം. അതൊരു ആ കാലഘട്ടത്തിൽ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ വന്ന സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരും വന്ന് കണ്ട വലിയ പ്രായമായ അമ്മച്ചിമാരൊക്കെ വടിയും കുത്തിപ്പിടിച്ച് പറയുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ സിനിമ കാണാത്ത ആരും ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള ഒരു വിജയം നേടിയതാണ്. ഈ പറയുന്ന പോലെ ഇന്നത്തെ കാലത്ത് അത് വർക്കാകും എന്നുള്ളത് എനിക്കും ഉറപ്പൊന്നുമില്ല. കാരണം അത്രമാത്രം വൈകാരികതയോടെ തിയേറ്ററിൽ വന്നിരുന്ന് കരയാൻ ആൾക്കാർക്ക് താല്പര്യം. പിന്നീട് സീരിയലുകളൊക്കെ വന്നതോടെ അതെ ആ ഒരു കരച്ചിൽ അവരെ ഏറ്റെടുത്തു കഴിഞ്ഞു. തനിയാവർത്തനത്തെക്കുറിച്ചും ആൾക്കാർ പറയാറുണ്ട്, സതയത്തെക്കുറിച്ചും പറയാറുണ്ട്. രണ്ടാമത് കാണാൻ ധൈര്യമില്ല. അതെ അതെ. അത് പക്ഷെ നമ്മൾ നടുക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു സിനിമയാണ്. ലോഹി മാത്രം ചെയ്യേണ്ടതെന്ന് ലോഹിക്ക് ബോധ്യമുള്ള സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്യാവുള്ളൂ. ഇത്തരത്തിലുള്ള തിരിച്ചറിവ് ലോഹി സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ ലോഹി അതിലങ്ങ് ഭ്രമിച്ചു പോയി. അത് അതിൻ്റെ രസം അനുഭവിച്ചു. സതയത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാനിങ്ങനെ ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ ഒരു ഫ്രെയിമിൽ മോഹൻലാലും തിലകനും മുരളിയും നെടുമുടി വേണുവും കൂടെയുള്ള ഒരു ഫ്രെയിം, ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ആലോചിച്ച് എനിക്ക് എന്ത് യോഗ്യതയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റി. അവർക്കായിട്ട് സ്റ്റാർട്ടും കട്ടും പറയാനുള്ള യോഗ്യത എനിക്കെന്താണ്? എനിക്ക് കോടമ്പക്കത്തെ പൈപ്പ് വെള്ളം കുടിച്ചിട്ട് കഷ്ടപ്പെട്ട കഥകളൊന്നും പറയാനില്ല. അല്ലെങ്കിൽ കള്ളവണ്ടി കയറി മദ്രാസിൽ പോയി വിജയിച്ച കഥകളൊന്നും പറയാനില്ല.